ഒരു വ്യക്തിയുടെ സൂക്ഷ്മ ഉപാസനകളിലൂടെ, സ്വാധ്യായത്തിലൂടെ, വിചാരങ്ങളിലൂടെ, ഒന്നുകൂടി വ്യക്തമായ ഭാഷ പ്രയോഗിച്ചാൽ ശ്രവണ മനനങ്ങളിലൂടെ തീർത്തും ഏകാഗ്രതമമായി അങ്ങും ഇങ്ങും പരക്കം പായാതെ ഒരു തത്വത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അന്തഃകരണത്തിൻ്റെ കാറ്റില്ലാത്തിടത്ത ദീപം പോലെയുള്ള അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ഇതിനൊക്കെ നിന്ദിക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും മെനക്കെടുന്നുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയണത്? മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഏതായാലും ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയത്തിൻ്റെ പേരിൽ സമാധി എന്നുള്ളൊരു മഹാസങ്കേതത്തെ പോലും അപമാനിക്കും വിധം ഇന്ന് എന്താണ് സമാധി എന്ന് ഒരു എന്നുള്ളത് പോലും പറയാൻ കഴിവില്ലാത്തവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പിന്നെ വിവരക്കേടിന് നമുക്കൊന്നും പറയാനില്ല. അതില്ലാത്തവരെന്തോ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അത്തരം ചർച്ചയിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത് ഒരു സാമൂഹികമായി നമ്മുടെ രാജ്യത്തിലെ നിയമപാലനത്തിൽ വന്നുപോയ ചെറിയ വീഴ്ചയാണെന്ന് അംഗീകരിക്കാതെ തരമില്ല. കാരണം വേണ്ടതുപോലെ ചുറ്റുപാടിനെ അറിയിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും അതിനെ ഭക്തിപൂർവ്വം ആദരിച്ച് തന്നെ നോക്കുമായിരുന്നു.